ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ, കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇത്. എനിവേ, ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ദ ബെനിഫിറ്റ്സ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആർ റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ, ദിസ് ആർ അൺസർട്ടൈൻ. അതായത് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്നത് ഫ്യൂച്ചറിലായിരിക്കും. അത് തന്നെ അൺസർട്ടൈൻ ആണ്, കാരണം അതത്ര ഷുവർ ഒന്നുമല്ല കിട്ടും എന്നുള്ള കാര്യത്തിൽ. അതാണ് പറയുന്നത്. പിന്നെ സം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മണി വാല്യൂ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിനെ നമുക്ക് മണി വാല്യൂവിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദ പീരീഡ് ഫോർ വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ് ആൻഡ് ഇൻകം വിൽ ജനറേറ്റ്. അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ഞാനിപ്പോൾ ഈ ഒരു വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. അത് എത്ര വർഷം കഴിഞ്ഞാലാണ് എനിക്കത് എന്ത് ചെയ്യാൻ കഴിയുക, ജനറേറ്റ് ചെയ്യാൻ കഴിയാമെന്ന് എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ബിക്കോസ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്നും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര ആയിട്ടാണ് എനിക്കത് തിരിച്ച് കിട്ടുക എന്നും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. സം ഫാക്ടേഴ്സ് സച്ച് ആസ് എംപ്ലോയീസ് മൊറാലിറ്റി ആൻഡ് ഫേംസ് ഗുഡ്വിൽ ഇൻഫ്ലുവൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ് എംപ്ലോയീസ് മൊറാലിറ്റി ആൻഡ് ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൾട്ടാണ്. ഇഫ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഗോ റോങ് ഇറ്റ് മേ ക്രിയേറ്റ് സീരിയസ് കോൺസിക്വൻസ് ഓഫ് ദി ഫേംസ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി എക്സെട്ര. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ തെറ്റായി പോയാൽ അത് നമ്മൾ എന്ത് ചെയ്യും, അത് ഉണ്ടാക്കുന്ന കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റിനെയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിനെയൊക്കെ നന്നായിട്ട് തന്നെ ബാധിക്കും. ഇതാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ഓക്കെ, എ നമ്പർ ഓഫ് ടെക്നിക്സ് ആർ അവൈലബിൾ ടു ഫൈൻഡ് ഔട്ട് വിച്ച് പ്രൊജക്ട്സ് ആർ മോർ പ്രോഫിറ്റബിൾ. അതായത് ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ്. ദ പ്രോഫിറ്റബിൾ പ്രൊജക്ട്സ് ആർ ദസ് പ്രൊജക്ട്സ് വിച്ച് ഈൽഡ് മോർ റിട്ടേൺ. ദിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ യൂസിങ് വാരിയസ് ടെക്നിക്സ് ഓ മെത്തേഡ്സ്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്നത് ഇങ്ങനത്തെ ടെക്നിക്സ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ്. ഓൾ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു നെയിംലി ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഓൾ ടെക്നിക്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെയാണ് എന്ത്, ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ട്രഡീഷണൽ ടെക്നിക്സ്. ട്രഡീഷണൽ ടെക്നിക്സിൻ്റെ മറ്റൊരു പേരാണ് ഇത് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. ഓക്കെ, ദിസ് ആർ ടെക്നിക്സ് വിച്ച് ഡു നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. അതായത് ക്യാഷ് ഫ്ലോസിൻ്റെ ടൈം വാല്യൂവിന് ഇത് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ട്രഡീഷണൽ ടെക്നിക്സ് ആർ ഓൾസോ നോൺ ആസ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. ട്രഡീഷണൽ ടെക്നിക്സിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറഞ്ഞത്, നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ ടെക്നിക്സ് ആണ് പേ ബാക്ക് മെത്തേഡ്, പോസ്റ്റ് പേ ബാക്ക്, പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇതിൽ പേ ബാക്ക് മെത്തേഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഈ നെക്സ്റ്റ് പറയുന്നതാണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുകയാണ്, ജസ്റ്റ് ഒരു ഇൻട്രോ പറയുന്നതേ ഉള്ളൂ. എനിവേ, നെക്സ്റ്റ് പറയുന്നതാണ് മോഡേൺ ടെക്നിക്സ്, അതായത് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. ദിസ് ആർ ടെക്നിക്സ് വിച്ച് കൺസിഡർ ടൈം വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇത് എന്തിൻ്റെ ക്യാഷിൻ്റെ ടൈം വാല്യൂവിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് മറ്റേത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ടൈം വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസിനെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇമ്പോർട്ടൻറ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ആണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ആൻഡ് ഇന്റേണൽ റേഷ്യോ ഓഫ് റിട്ടേൺ. ഓക്കെ, പിന്നെ ഇതിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഡു നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ടൈം വാല്യൂ ഓഫ് മണി. ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ മെത്തേഡ്സ് മേ ബി ക്ലാസിഫൈഡ്. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ട്രഡീഷണൽ മെത്തേഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇനിവേ, അതിന് മുന്നേ ആയിട്ട് ഒരു അർജൻസി മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അർജൻസി ഈസ് എ ക്രിറ്റീരിയൻ യൂസ്ഡ് ടു ജസ്റ്റിഫൈ ദി അക്സെപ്റ്റൻസ് ഓഫ് ക്യാപിറ്റൽ പ്രൊജക്ട്സ് ഓൺ ദി ബേസിസ് ഓഫ് എമർജൻസി റിക്വയർമെൻറ്റ്സ് ഓഫ് അണ്ടർ ക്രൈസിസ് കണ്ടീഷൻസ്. അതായത് ഈ ഒരു അർജൻസി മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ക്രൈസിസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി അതായത് ഒരു പെട്ടെന്നൊരാവശ്യം വന്നാൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സാധനം ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ അർജൻസി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് അർജൻസി ഓർ ഡിഗ്രി ഓഫ് നെസസിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ആൻഡ് ദി പ്രൊജക്റ്റ് ദാറ്റ് കനോട്ട് ബി പോസ്റ്റ്പോൺഡ് ഈസ് ടു അണ്ടർടേക്ക് ഫസ്റ്റ്. അതായത് അർജൻസി എന്ന് പറയുമ്പോൾ അർജൻസി ഓർ ഡിഗ്രി ഓഫ് നെസ്, അതായത് നമുക്കിപ്പോൾ ഒരു മെഷീൻ വേണം, അത് നിർബന്ധമായിട്ട് വേണം. ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതെന്താണ്, ഈ ഒരു പ്രൊജക്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്.
അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അതാണ് കനോട്ട് ബി പോസ്റ്റ്പോൺഡ്. നമുക്ക് പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിക്കണം. അതാണ് ഈ അർജൻസി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് അണ്ടർടേക്ക് ഈസ് ഫസ്റ്റ്. ഇൻ ഷോർട്ട് ദ മോസ്റ്റ് അർജൻറ്റ് പ്രൊജക്റ്റ് ഈസ് ടേക്കൺ അപ്പ് ഫസ്റ്റ്. അതായത് നമുക്ക് ഏറ്റവും അർജൻറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതായത് ഇപ്പോൾ മെഷീൻ തന്നെ വേണം വാങ്ങിക്കാൻ, മെഷീൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, ഇത് വാങ്ങിക്കല്ലേ ചെയ്യുക. അല്ലാണ്ട് ആദ്യം മെഷീൻ വാങ്ങിക്കും, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഈ അർജൻസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. മേ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പഠിച്ച് വെക്കാം. പിന്നെ അതിൻ്റെ മെറിറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടെക്നിക്സ് ആണ്. അതുപോലെ തന്നെ ഈ അർജൻസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ടെക്നിക്സ് ആണ്. കാരണം നമുക്ക് അർജൻറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മളിപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ പേന പെൻസിലൊക്കെ ഇപ്പോൾ നമ്മളൊരു അറേഞ്ച്മെൻറ്റ് തന്നെ ഇപ്പോൾ ബുക്കോ പേന പെൻസിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണോ അതില്ലാതെ ആദ്യം വാങ്ങിക്കുക. അതായത് ഇപ്പോൾ പേനയിൽ കുറച്ചൊക്കെ ഈ മഷിയുണ്ട്. അപ്പോൾ പെൻസിലാണെങ്കിൽ ഒരു പെൻസിലും ഇല്ല, അതായത് ചെറിയ പെൻസിലോ വലിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതാ വാങ്ങിക്കുക. ആ പേന പിന്നെ വാങ്ങിക്കാൻ കുറച്ച് മഷി ഉണ്ടല്ലോ, പെൻസിലല്ലേ ഇല്ലാത്തതെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം പെൻസിൽ വാങ്ങിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അതാണ് അർജൻസി മെത്തേഡ് എന്ന് പറഞ്ഞത്. പിന്നെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടെക്നിക്സ് ആണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ഷോർട്ട് ടേം പ്രൊജക്റ്റ് റിക്വയറിംഗ് ലെസ്സർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ടേം പ്രൊജക്റ്റ് ഉണ്ടായില്ലേ, അതിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ എന്താണ് കഴിയും. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അനാലിസിസ്. ഇത് സയൻറ്റിഫിക് അനാലിസിസിൻ്റെ ബേസിസിലൊന്നും അല്ല. കാരണം നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ അത് വാങ്ങിക്കുകയാണ്, അല്ലാണ്ട് സയൻറ്റിഫിക് അനാലിസിസ് ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. സെലക്ഷൻ ഈസ് നോട്ട് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് എക്കോണമിക് കൺസിഡറേഷൻ ബട്ട് ജസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് സിറ്റുവേഷൻ. അതായത് ഇവിടെ എക്കോണമിക് കൺസിഡറേഷൻ്റെ ബേസിസിലൊന്നുമല്ല എന്ത് നടക്കുന്നത്, സെലക്ഷൻ നടക്കുന്നത്. അതായത് പ്രോഫിറ്റബിൾ നോക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതായത് സാധനത്തിന് വില കൂടുതലാണ് വില കുറവാണ് അത് നോക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും, അങ്ങനത്തെ ഇതൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ നോക്കുന്നത് അർജൻറ്റ്. ഇത് വാങ്ങിക്കാൻ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് അർജൻറ്റാണ്, സോ നമ്മളിത് പർച്ചേസ് ചെയ്യുന്നു. അതാണ് അത് പറയുന്നത്. എ പ്രൊജക്റ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഫോർ ദി വെരി സിമ്പിൾ റീസൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്. അതായത് ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റാണുള്ളത്. അപ്പോൾ രണ്ട് പ്രൊജക്റ്റ് പറയുമ്പോൾ ഒരു 2 മെഷീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചാൽ നല്ല പ്രോഫിറ്റബിൾ ആണ്, പക്ഷേ അത് നമുക്ക് അർജൻറ്റ് ഇല്ല. പക്ഷേ മറ്റേത് എന്താണ്, വലിയ പ്രോഫിറ്റബിൾ ഒന്നുമില്ല പക്ഷേ അർജൻറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഏതാ വാങ്ങിക്കുക, എത്ര പ്രോഫിറ്റബിൾ ആണെങ്കിലും നമ്മൾ ആദ്യം വാങ്ങിക്കൽ നമുക്ക് അർജൻറ്റുള്ള സാധനമാണ്. അതാണത്. എ പ്രൊജക്റ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ഫോർ ദി വെരി സിമ്പിൾ റീസൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്യും. അതാണ് അതിൻ്റെ ഡിമെറിറ്റ്സ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രഡീഷണൽ മെത്തേഡ്സിലെ ടെക്നിക്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പേ ബാക്ക് മെത്തേഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എനിവേ, പേ ബാക്ക് പീരിയഡ് മെത്തേഡ് ഈസ് വൺ ഓഫ് ദി കോമൺലി യൂസ്ഡ് ടെക്നിക് ഓഫ് ഇവാലുവേറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസൽസ്. അതായത് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഇവാലുവേറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രപ്പോസൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് പറയുന്നത്, പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാഷ് ബേസ്ഡ് ടെക്നിക്. ഇത് എന്താണ്, ഒരു ക്യാഷ് ബേസ്ഡ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ പേ ബാക്ക് പീരിയഡ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഓഫ് പീരിയഡ് റിക്വയർ ടു റിക്കവർ ദി ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. ഇവിടെ ഇനീഷ്യൽ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതാണ് കേട്ടോ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു, അതിനാണ് ആ ഒരു ടൈം ആയിരിക്കും എന്ത് പേ ബാക്ക് പീരീഡിൻ്റെ ടൈം എന്ന് പറയുന്നത്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പേ ബാക്ക് പീരീഡ് ഇല്ല, അത് അതോടുകൂടി അവസാനിച്ചു. അതായത് 10 ലക്ഷം രൂപയ്ക്കൊരു മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ആ 10 ലക്ഷം രൂപ എന്ന് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നോ അതോടുകൂടിയിട്ട് ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ത് ചെയ്യും, അവസാനിക്കും. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഡ്യൂറിങ് വിച്ച് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്കവേർഡ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്ര വർഷങ്ങളാണോ അത് വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, റിക്കവർ ചെയ്യാൻ കഴിയണം. അതാണ് അത് പറയുന്നത്. പിന്നെ പേ ബാക്ക് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് പേ ഔട്ട് ഓർ പേ ഓഫ് ഓർ റിക്രൂട്ട്മെൻറ്റ് പീരിയഡ് ഓർ റീപ്ലേസ്മെൻറ്റ് പീരിയഡ്. അപ്പോൾ പേ ബാക്ക് പീരീഡ് എന്ന് മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക. ഈ പറഞ്ഞ 4 പേരോ 5 പേരിലോ ഏത് പേര് പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സോ ഈ നെയിംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എനിവേ, ഈ പേ ബാക്ക് പീരീഡ് നമ്മൾ അതിൽ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഞാൻ അത് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു മെഷീനറി വാങ്ങിച്ചു. 10 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപ എന്നാണോ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്, അതായത് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനത് അച്ചീവ് ചെയ്യുന്നത്. 10 ലക്ഷം രൂപ ടോട്ടൽ ഞാൻ അച്ചീവ് ചെയ്തു. ആ 10 ലക്ഷം രൂപ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തു. അപ്പോൾ ആ 4 വർഷം വരെയുള്ള അത് മാത്രമേ ഞാൻ നോക്കൂ. അത് കഴിഞ്ഞാൽ 10 ലക്ഷം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാനത് നോക്കില്ല. അതാണ് ഈ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മേ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല എന്താ അതെന്നുള്ളത്. ഓക്കെ,
അതിൽ പേ ബാക്ക് പീരീഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അതായത് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് സിറ്റുവേഷനിലാണ്. വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ. അതായത് നമുക്ക് ക്യാഷ് കിട്ടുമല്ലോ, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അടുത്ത വർഷം മുതൽ എനിക്ക് എന്ത് കിട്ടും, അതിന്ന് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ക്യാഷ് ഇൻഫ്ലോ എല്ലാ വർഷവും ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതാണ് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ എന്ന് പറയുന്നത്. വെൻ ക്യാഷ് ഇൻഫ്ലോസ് ഓർ ബെനിഫിറ്റ്സ് ജനറേറ്റഡ് ബൈ എ പ്രൊജക്റ്റ് ആർ സെയിം ഓർ കോൺസ്റ്റൻറ്റ്, ദ പേ ബാക്ക് പീരീഡ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ഡിവൈഡിങ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്യാഷ് ഔട്ട്ലേ ബൈ ദി നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. അതായത് എനിക്കിപ്പോൾ ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു മെഷീനറി വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം എനിക്കതിന് എന്ത് കിട്ടിത്തുടങ്ങും, എനിക്കതിന് ബെനിഫിറ്റ് കിട്ടിത്തുടങ്ങും. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ മെഷീനറി വാങ്ങിച്ചു, അടുത്ത വർഷം മുതൽ എനിക്കതിന് ബെനിഫിറ്റ് കിട്ടിത്തുടങ്ങും. അപ്പോൾ ഓരോ വർഷവും എനിക്കതിന് കിട്ടിത്തുടങ്ങുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതായത് ഇപ്പോൾ ഞാൻ 2020 ഒരു മെഷീനറി വാങ്ങിച്ചു 10 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ 2021 എനിക്ക് എത്ര കിട്ടി, 2 ലക്ഷം രൂപ അതിന് ബെനിഫിറ്റ് കിട്ടി. 2022 എനിക്ക് എത്ര കിട്ടി, 2 ലക്ഷം കിട്ടി. 2023 എനിക്ക് 2 ലക്ഷം കിട്ടി. 2024 എനിക്ക് 2 ലക്ഷം കിട്ടി. 2025 എനിക്ക് 2 ലക്ഷം കിട്ടി. അങ്ങനെ ഒരു പ്രത്യേക റേഷ്യോ എല്ലാ വർഷവും ഫോളോ ചെയ്യുന്നില്ല ഇവിടെ. അതായത് എല്ലാ വർഷവും എനിക്ക് കിട്ടുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്. ഒറിജിനൽ കോസ്റ്റ് പറയുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ 10 ലക്ഷം രൂപയ്ക്കാണ് എന്ത് മേടിച്ചിട്ടുള്ളത്, ഒരു മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 10 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ്, നെറ്റ് ഏർണിങ്സ്. അതായത് ഓരോ വർഷവും ഞാൻ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഇവിടെ ഈക്വൽ ആയിരിക്കുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മേ ബി ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പിന്നെ വേറെ ബുക്കൊന്നും എടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ പ്രൊജക്റ്റ് ഇൻവോൾവ്സ് ക്യാഷ് ഔട്ട്ലേ ഓഫ് 5 lakhs ആൻഡ് ജനറേറ്റ് എ ക്യാഷ് ഇൻഫ്ലോ 1 lakh ആനുവലി ഫോർ 7 years. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. അതായത് ഇവിടെ എന്താ പറയുന്നത്, അതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്, അതായത് ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയാണ് ചിലവായിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്ന് പിറ്റേ വർഷം മുതൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, ഇൻഫ്ലോ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 5 ലക്ഷം രൂപേനെ 1 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആനുവലി ഫോർ 7 years, അത് സെയിം ആണ് കേട്ടോ. 1 ലക്ഷം രൂപയാണ് എല്ലാ വർഷവും കിട്ടുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ 5 ലക്ഷം രൂപേനെ 1 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 5 വർഷം കിട്ടും. അപ്പോൾ എന്ത് വേണം, ഈ 5 വർഷം വേണം നമ്മൾ ചിലവാക്കിയ എമൗണ്ട് റിക്കവർ ചെയ്ത് നമ്മളെടുത്ത് തന്നെ വരാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് പറയുന്നത്, ഫസ്റ്റത്തെ വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ. മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ സിറ്റുവേഷനിൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഈ വർഷം 1 ലക്ഷം കിട്ടി, അടുത്ത വർഷം 2 ലക്ഷം കിട്ടി, അതിൻ്റെ അടുത്ത വർഷം 3 ലക്ഷം കിട്ടി, അതിൻ്റെ അടുത്ത വർഷം 4 ലക്ഷം കിട്ടി. അങ്ങനെ ഡിഫറെൻറ്റ് റേഷ്യോയിലായിരിക്കും ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ എന്ന് പറയുന്നത്. വെൻ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ് ആർ അൺഈക്വൽ, ദ കമ്പ്യൂട്ടേഷൻ ഓഫ് പേ ബാക്ക് പീരീഡ് ഈസ് നോട്ട് ഈസി ഇൻ ദ കേസ് ഓഫ് ഈവൻ ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇൻ സച്ച് എ കേസ് payback period is calculated by accumulating the cash inflows until the original investment is recovered. അതായത് എനിക്കിപ്പോൾ 10 ലക്ഷം രൂപയാണ് ഇവിടെ ചിലവായത്. ആദ്യത്തെ വർഷം എനിക്ക് കിട്ടിയത് 1 ലക്ഷമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം എനിക്ക് കിട്ടിയത് 2 ലക്ഷമാണ്. അപ്പോൾ ഈ 1 ലക്ഷം 2 ലക്ഷം കൂടെ ഞാൻ എന്ത് ചെയ്യും, പ്ലസ് ചെയ്യും. അതിൻ്റെ അടുത്ത വർഷം എനിക്ക് കിട്ടിയത് 3 ലക്ഷമാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര ലക്ഷം കിട്ടി, 6 ലക്ഷം കിട്ടി. അതും ഞാൻ എഴുതും. അതിൻ്റെ അടുത്ത വർഷം കിട്ടിയത് എനിക്ക് 5 ലക്ഷമാണ്, അല്ലെങ്കിൽ 4 ലക്ഷം. അതിങ്ങനെ എഴുതി വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എമൗണ്ട് റിക്കവർ ആയി നമുക്ക് അറിയാൻ കഴിയും. അതാണ് എന്ത് പറയുന്നത്, വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഈസ് 1 lakh ആൻഡ് ദി ക്യാഷ് ഇൻഫ്ലോസ് ആർ. അതായത് ഒരു കോസ്റ്റിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വർഷം നമുക്ക് 10,000 രൂപ കിട്ടി, രണ്ടാമത്തെ വർഷം 15,000 രൂപ കിട്ടി, മൂന്നാമത്തെ വർഷം 25,000 രൂപ കിട്ടി, നാലാമത്തെ വർഷം 30,000 രൂപ കിട്ടി, അഞ്ചാമത്തെ വർഷം 30,000 രൂപ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം 1,10,000 രൂപ നമുക്ക് കിട്ടും. 10,000 15,000 25,000 ആയി, 25,000 50,000 ആയി, 80,000 ആയി, പിന്നെ 1,10,000 രൂപയായി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെത്തേഡിൻ്റെ പേരെന്താ, പേ ബാക്ക് മെത്തേഡ്. അതെ, പേ ബാക്ക് മെത്തേഡിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് എത്ര കിട്ടിയാലും ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1,10,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ 1,10,000 രൂപ എന്ന് പറയുമ്പോൾ
നമുക്കിവിടെ ടോട്ടൽ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 30,000 രൂപയാണ് ഇതിൽ ഫൈനലി നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് 20,000 രൂപ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 20,000 അത് നമ്മൾ എന്ത് ചെയ്യുക, പേ ബാക്ക് പീരിയഡ് റിക്കവർ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh to 4 year. അതായത് ഇപ്പോൾ ഇതിൽ 5 വർഷം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ 4 വർഷം നമുക്ക് എന്ത് വേണം, എന്തായാലും വേണം. പിന്നെ 5ാമത്തെ വർഷം കംപ്ലീറ്റ് ആയിട്ട് വേണ്ട. 5ാമത്തെ വർഷത്തിൽ നമുക്ക് 30,000 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിതിൽ 20,000 രൂപ മതി. സോ 4 വർഷവും പിന്നെ കുറച്ച് മാസമാണ് പറയുന്നത്. അപ്പോൾ ആ മാസം എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 30,000 അല്ലേ വന്നേ, 30,000ത്തിൽ നമുക്ക് വേണ്ടത് 20,000 ആണ്. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 30,000 വരും. അപ്പോൾ 2/3 കിട്ടും. 2/3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 8 കിട്ടും. ഓക്കെ, അപ്പോൾ 4 വർഷവും 3 മാസവും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഈ ഒരു വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോറി 2/3 അല്ലേ, 2/3 ഇൻറ്റു 12. 12 പറയുമ്പോൾ ടോട്ടൽ 12 മാസമല്ലേ നമുക്കൊരു വർഷത്തിലുള്ളത്. അപ്പോൾ അതും കൂടെ ചെയ്യണം. ഇവിടെ ഞാൻ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട് 2/3 ഇൻറ്റു 12 ഈക്വൽ ടു 8. അപ്പോൾ 4 വർഷം 8 മാസം നമുക്ക് കിട്ടും. അപ്പോഴാണ് കേട്ടോ കാൽക്കുലേറ്റ് കംപ്ലീറ്റ് ആവുന്നത്. എനിവേ നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് മെത്തേഡ് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ. അതായത് നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കഴിയും, അതുപോലെ തന്നെ ഈസിലി അപ്ലൈ ചെയ്യാനും കഴിയും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാഷ് ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. അതായത് ക്യാഷ് ഫോർകാസ്റ്റിംഗിലും അതുപോലെ തന്നെ ബഡ്ജറ്റിംഗിലും അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസിലൊക്കെ ഇത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് പ്രോഫിറ്റബിലിറ്റി ഫോർ ഷോർട്ട് ടേം ക്യാപിറ്റൽ പ്രൊജക്റ്റ് വിച്ച് സ്റ്റാർട്ട് ഈൽഡ് റിട്ടേൺ ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ പ്രൊജക്റ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യൂസ് ചെയ്യാൻ കഴിയും. ഇറ്റ് മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസസ് ത്രൂ ഒബ്സൊലൻസസ്. അതായത് പോസിബിലിറ്റി, അതായത് എന്താണ്, ലോസസ് വരാനുള്ള പോസിബിലിറ്റി ഇത് എന്ത് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ലിക്വിഡിറ്റി. ദിസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പ്രൊജക്ട്സ് വിത്ത് ഹൈ അൺസർട്ടൈനിറ്റി. അതായത് ഹൈ അൺസർട്ടൈനിറ്റി ഉള്ള പ്രൊജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. എഴുതി വയ്ക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എല്ലാവരും എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിസഡ്വാൻറ്റേജസ്. ഇറ്റ് ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് മണി. ഇത് ടൈം വാല്യൂ ഓഫ് മണീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരിയഡ്. പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊജക്റ്റ്. അതായത് ഒരു പ്രോഫിറ്റബിലിറ്റി ഇത് എന്ത് ചെയ്യുന്നില്ല, മെഷർ ചെയ്യുന്നില്ല. കാരണം ഇത് എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മൾ ചിലവാക്കിയ എമൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്തോ അത് മാത്രമാണ് ഇത് നോക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ റേറ്റ് ഓഫ് റിട്ടേണും ഇത് എന്ത് ചെയ്യുന്നില്ല, മെഷർ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈമിംഗ് ക്യാഷ് ഫ്ലോസ്. അതായത് ക്യാഷ് ഫ്ലോയുടെ ടൈമിങ്ങും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡൊന്നും ഇത് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഇഗ്നോർസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്യൂട്ടബിലിറ്റി ഓഫ് പേ ബാക്ക് മെത്തേഡിൻ്റെ സ്യൂട്ടബിലിറ്റി. വെൻ ദി കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെൻ ദി പ്രൊജക്റ്റ് ഈസ് ലൈക്ലി ടു ബി കംപ്ലീറ്റഡ് ഈ ഷോർട്ട് പീരീഡ്. അതായത് ഒരു ഷോർട്ട് പീരീഡിക്കാണ് ഈ പ്രൊജക്റ്റ് എന്നുണ്ടെങ്കിലും നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. വെൻ ഓൺലി ലിമിറ്റഡ് ഫണ്ട്സ് ആർ അവൈലബിൾ. അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ വെൻ ദി ക്യാഷ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി കമ്പനി ഈസ് ലോ. അതായത് ഒരു കമ്പനിക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. വെൻ ദർ ഈസ് ചാൻസ് ഓഫ് ഒബ്സൊലൻസ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അതായത് ഒബ്സൊലൻസ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ചാൻസ് ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതാണ് അത് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. അതായത് രണ്ടാമത്തെ മെത്തേഡ്. എ സീരിയസ് ലിമിറ്റേഷൻ പേ ബാക്ക് പീരിയഡ് ഈസ് ദാറ്റ് ഇഗ്നോർ ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരിയഡ്. അതായത് പോസ്റ്റ് ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ട്രഡീഷണൽ മെത്തേഡിൽ രണ്ടാമത്തെയാണ് കേട്ടോ ഇത്. ആദ്യം നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്തത്, പോസ്റ്റ് പേ ബാക്ക് മെത്തേഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് എന്താ ഇതാക്കുന്നത് വെച്ചാൽ ആദ്യത്തെ മെയിൻ ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഇത് ഈ പോസ്റ്റ് പേ ബാക്ക് മെത്തേഡിൻ്റെ മെയിൻ ലിമിറ്റേഷൻ ആയിരുന്നു നമ്മൾ അച്ചീവ് ചെയ്ത എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യില്ല, അതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്പനിയിലോട്ട് വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് ഒന്നും അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റ് ഉണ്ടോ അതൊന്നും അവർ നോക്കുന്നില്ല. അപ്പോൾ അത് ഇവിടെ നികത്തുന്നുണ്ട്. എ സീരിയസ് ലിമിറ്റേഷൻ ഓഫ് പേ ബാക്ക് പീരിയഡ് ഈസ് ദാറ്റ് ഇഗ്നോർ ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരിയഡ്. ഓക്കെ, അണ്ടർ പോസ്റ്റ് ബാക്ക് മെത്തേഡ് ദ എൻറ്റയർ ക്യാഷ് ഇൻഫ്ലോസ് ജനറേറ്റഡ് ഫ്രം എ പ്രൊജക്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ വർക്കിംഗ് ലൈഫിൽ
ജനറേറ്റ് ആവുന്ന കംപ്ലീറ്റ് എൻറ്റയർ ക്യാഷ് ഇൻഫ്ലോസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അത് പറയുന്നത്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് പേ ബാക്കിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കോസ്റ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ടോട്ടൽ ലൈഫ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൻ്റെ പിന്നെ എനിക്ക് അത്ര ഷുവർ അല്ല. ഓക്കെ, പിന്നെ പോസ്റ്റ് പേ ബാക്ക് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, കാരണം അത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരും. എനിക്ക് അത്ര ഷുവർ അല്ല എന്ന് പറഞ്ഞത് പ്രോബ്ലം വരുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ തന്നെ വരുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഓക്കെ, under this method the profit earned on the amount of investment proposal is expressed in terms of പെർസെൻറ്റേജ്. അതായത് ഇവിടെ പ്രോഫിറ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, ആവറേജ് പ്രോഫിറ്റ് ആണ് ഇവരിവിടെ എടുക്കുന്നത്. ഹെൻസ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് ക്യാഷ് ഫ്ലോസ്. ഇത് അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ബേസിലാണ്, അല്ലാണ്ട് ക്യാഷ് ഫ്ലോസിൻ്റെ ബേസിലല്ല. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. സോ ഈ പേരുകളൊക്കെ പഠിച്ച് വെക്കുക. ഏത് പേര് ചോദിച്ചിട്ട് മേ ബി എന്താണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ARR എന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ. അതായത് നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഈസിലി ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഏർണിങ്സ് ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫിൽ വരെയുള്ള ഏർണിങ്സ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രൊജക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ക്യാൻ ബി കമ്പയർഡ്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടർ ഉണ്ടാവില്ല, അത് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ വർഷം ഇത്ര പ്രോഫിറ്റ്, അടുത്ത വർഷം അതിൽ മേ ബി കൂടിയേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം. അങ്ങനെ സെയിം പ്രൊജക്റ്റിൻ്റെ തന്നെ പ്രൊജക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ക്യാൻ ബി കമ്പയർഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഇത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ബേസിലാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എന്താണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഇറ്റ് ഇഗ്നോർ ദി ടൈം വാല്യൂ ഓഫ് മണി. അതായത് ടൈം വാല്യൂ ഓഫ് മണി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഈച്ച് പ്രൊജക്റ്റ്. അതായത് ഇത് സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഓരോ പ്രൊജക്റ്റിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈസ് ഉണ്ടായിരിക്കുമല്ലോ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. It does not differentiate between size of the investment or required for each project. Okay, it is based upon accounting profit instead of cash flows. It is consider only the rate of return and not the life of the project. അതായത് ഇത് റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫിനെ അല്ല. ഇറ്റ് ഇഗ്നോർ ദി ഫാക്ട് ദാറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വരുന്നത്. മെയിൻലി ഇതിൽ മെയിനായിട്ട് ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കെങ്കിലും ചെയ്യുക. കാരണം ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വിധത്തിൽ എല്ലാവരും പഠിക്കുക. കാരണം എങ്ങനെ ചിലപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ക്വസ്റ്റ്യൻ വന്നു നേരപ്പോൾ BCOMലൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒന്നും വരില്ല എന്ന്, പക്ഷേ അധികം ക്വസ്റ്റ്യനും വരില്ല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒബ്ജക്റ്റീവ്സും ഒക്കെ തന്നെയാവും. അപ്പോൾ ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് അതൊക്കെ പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.